പിതാവ് ഇപ്പോൾ ആണെങ്കിൽ ഈ വിദേശ പഠനവും ജോലിയൊക്കെ നമ്മുടെ യുവജനങ്ങളുടെ ഒരു സ്വപ്നമായിട്ട് മാറിയിരിക്കുക. ഈ സമയത്ത് അവരങ്ങനെ പോകുമ്പം അത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നത് അറിവ് തേടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും കുട്ടികൾ പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു 25,000 രൂപയെങ്കിലും ശമ്പളം കിട്ടുന്ന ജോലി ഭാര്യയ്ക്കും ഭർത്താവിനും നമ്മുടെ നാട്ടിൽ കിട്ടുവാണെങ്കിൽ നമ്മുടെ ഒത്തിരി മനുഷ്യർ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കും. അവർക്ക് ഒത്തിരി ഒന്നും വേണമെന്നില്ല, അത്യാവശ്യം ഒന്ന് പോയി കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് വളർത്താനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൽക്കും. പക്ഷേ ആ തൊഴിൽ പോലും കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നില്ല. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിന് പ്രതീക്ഷ കൊടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ്, പ്രത്യാശയില്ലാത്തതുകൊണ്ടാണ് പിള്ളേരെല്ലാം വിട്ടുപോകുന്നത്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റികളെല്ലാം ഇപ്പോഴും നമ്മുടെ കോളേജുകളെ ഇങ്ങനെ കൊങ്ങായിക്ക് ഞെക്കി പിടിച്ചിരിക്കുക. ഇപ്പോൾ SB കോളേജ് ഓട്ടോണമസാണ്. അതിനൊരു കോഴ്സ് തുടങ്ങണമെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം വേണം. അവർ പറയുകയാണ് ഇത് പറ്റുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എന്ത് ഓട്ടോണമിയാണ് ഈ കോളേജിനുള്ളത്? അപ്പോൾ ഇങ്ങനെ ഈ നിയന്ത്രണങ്ങളുടെ ഇടയിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ തളച്ചിട്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വളരുകയില്ല. ഈ ഗവൺമെൻറ്റുകളുടെ വിദ്യാഭ്യാസ നയം ഈ അമിതമായ നിയന്ത്രണങ്ങളിൽ ഈ വിദ്യാഭ്യാസത്തെ തളച്ചിടുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തിനനുസരിച്ചുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനൊന്നും നമുക്ക് സാധിക്കുന്നു.